ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഒരു ടോപ്പിക്കാണ്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് പറയുന്നതിന് മുന്നേ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് റിസർച്ച് ഒക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ലാംഗ്വേജസിനെയൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റാം, ഫാമിലി ആയിട്ട് ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റാം. അതിൽ മെനി ലാംഗ്വേജസിനൊക്കെ ഒരു കോമൺ ആൻസിസ്റ്ററിനെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുമെന്ന് മോഡേൺ ലിംഗ്വിസ്റ്റിക് റിസർച്ച് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ റിലേറ്റഡ് ലാംഗ്വേജസിന്റെ ഒരു ലാർജ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ലാംഗ്വേജ് ഫാമിലി എന്ന് വിളിക്കുന്നത്. അതിലൊന്നാണ് ഇൻഡോ യൂറോപ്യൻ ഫാമിലി. ഓക്കെ, ഈ ഡൈവേഴ്സിറ്റി ഓഫ് ടങ് എന്ന് പറയുന്ന ഒരു നോഷന് പണ്ട് തൊട്ട് ഏർലി ടൈംസ് തൊട്ട് തന്നെ മെനിന്റെ മൈൻഡിലുള്ള ഒരു കാര്യമാണ്. ദ നോഷൻ ഓഫ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ടങ്സ് ഹാസ് എക്സൈസ് ദ മൈൻഡ് ഓഫ് മെൻ ഫ്രം ഏർലി ടൈംസ്. ഈ ബുക്ക് ഓഫ് ജെനസിന്റെ ഓദർ അതിനൊരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, വിത്ത് ദ സ്റ്റോറി ഓഫ് ദ ടവർ ഓഫ് ബേബിൾ. അതിൽ നമുക്ക് എന്താ കാണാൻ വന്നത്, ഏർലിയർ ടൈംസിൽ മെൻ ദേ ഓൾ സ്പോക്ക് സെയിം ലാംഗ്വേജ്, ബട്ട് ഗോഡ് അവരുടെ ടങ് കൺഫ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോറി, ദ സ്റ്റോറി ത്രൂ എ ഫേബിൾ coincide with the modern linguistic finding that many of the languages which now appear wildly diverse in vocabulary, pronunciation and grammar are traceable to a common ancestor in remote times. Okay, അപ്പോൾ ഇവിടെ പറയുന്നത് എന്തായിരുന്നു, ആ ഒരു ഫേബിളിന്റെ രൂപത്തിലുള്ള ആ ഒരു സ്റ്റോറിയും കോയിൻസൈഡ് ചെയ്യുന്നത് ഈ മോഡേൺ ലിംഗ്വിസ്റ്റിക് ഫൈൻഡിങ് ആയിട്ടാണ്. മെനി ലാംഗ്വേജസിനൊക്കെ ഇപ്പോൾ ഉള്ള മെനി ലാംഗ്വേജസ് ഒക്കെ ഒരു ഡൈവേർജൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറിയും പ്രൊണൗൺസിയേഷനും ഗ്രാമറൊക്കെ ഉള്ള ലാംഗ്വേജ് ആണ്. ഇതെല്ലാം ഒരു കോമൺ ആൻസിസ്റ്റർ ഇൻ റിമോട്ട് ടൈംസിൽ ഒരു കോമൺ ആൻസിസ്റ്ററിലേക്ക് ട്രേസബിൾ ആണ് എന്നുള്ളൊരു ഫൈൻഡിങ്സിലോട്ട് ഈ സ്റ്റോറിയും ഈ മോഡേൺ ലിംഗ്വിസ്റ്റിക് ഫൈൻഡിങ്സും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടും ഏകദേശം കൈൻഡ് ഓഫ് സെയിം കാര്യമാണ് പറയണത് എന്നാണ് പറയണത്. ഓക്കെ, ഈ ചേഞ്ചസ് ഒരു ലാംഗ്വേജിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെയാണ് അതിനെ ആ ഒരു ആൻഷ്യൻ ഫോമിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത്. ഓക്കെ, സിമിലർലി ഒരു ലാംഗ്വേജ് ഇറ്റ് ചേഞ്ച് ഇൻ ദ ഡയലക്ട്, ലാംഗ്വേജിൽ അതിൻ്റെ ഡയലക്റ്റിലൊക്കെ ചേഞ്ച് വരാൻ കാരണം സോഷ്യൽ ആൻഡ് റിലീജിയസ് ഇൻഫ്ലുവൻസ് ആയിരിക്കും. അങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വൊക്കാബുലറിയിലും ഡയലക്റ്റിലും ലാംഗ്വേജിൻ്റെ യൂസേജിലൊക്കെ വരുന്ന ചേഞ്ചസ് ഒക്കെ കാരണം ഒരു സെപ്പറേറ്റ് ലാംഗ്വേജിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് കാരണമായിരിക്കാം എന്നും പറയുന്നുണ്ട്. ഹവെവർ, there are still sufficient number of features that these languages retain in common to indicate that at one time they were one. ഇതല്ലാതെയും വേറെ കുറേ സഫീഷ്യന്റ് നമ്പർ ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് ഈ ലാംഗ്വേജുകളിൽ കാണാൻ പറ്റും, ഇതെല്ലാം ഒന്നിൽ നിന്ന് വന്നതാണെന്ന് തെളിയിക്കുന്നത് പോലെ. അപ്പോൾ ഈ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് ജർമ്മൻ ആൻഡ് ഇംഗ്ലീഷ് വേർഡ്സിൽ നമുക്ക് ഒരു കിൻഷിപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇൻ വേർഡ്സ് ലൈക്ക് മിൽച്ച് ആൻഡ് മിൽക്ക്, ബ്രോട്ട് ആൻഡ് ബ്രെഡ്, അല്ലെങ്കിൽ ലാറ്റിൻ ആൻഡ് ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ടുള്ള പാറ്റർ ആൻഡ് ഫാദർ, ഇതിലൊക്കെ നമുക്ക് ആ ഒരു കണക്ഷൻ, ഒരു കിൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. ദി എവിഡൻസ് ഓഫ് വേർഡ്സ് വർ യൂസ് ടു ത്രോ ലൈറ്റ് ഓൺ ദ സെർച്ച് ഓഫ് എ പാരന്റ് ലാംഗ്വേജ്. ഈ വേർഡ്സിൻ്റെ ഒക്കെ എവിഡൻസ് കാണിക്കുന്നതായിരുന്നു ആ ഒരു പാരന്റ് ലാംഗ്വേജിനുള്ള സെർച്ചിനെ ആണ് ഇത് സിഗ്നിഫൈ ചെയ്യണത്. ഓക്കെ, ഈ ദ വേർഡ് ബ്രദർ, ഈ വേർഡ് ബ്രദർ എന്ന് പറയുന്ന ഒരു വേർഡിന് എന്താ പറയുക, ഡിഫറെൻറ്റ് ലാംഗ്വേജസിലൊക്കെ ഏകദേശം ഒരു സെയിം സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ഡച്ചിൽ ബ്രോഡർ, BROEDER, ബ്രോഡർ എന്നാണ് പറയുന്നത്. ജർമ്മനിൽ ബ്രൂഡർ, BRUDER എന്നാണ് പറയുന്നത്. ഗ്രീക്കിൽ ഫ്രാദർ എന്നാണ് പറയുന്നത്. സാൻസ്ക്രിറ്റിൽ ബ്രാതർ, ഓൾഡ് സ്ലാവിക്കിൽ ബ്രാറ്റു, ഐറിഷിൽ ബ്രാതേർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സെയിം സ്ട്രക്ചർ അവിടെ കാണാൻ പറ്റും ബ്രദർ എന്ന് പറയുന്ന ഒരു വേർഡിന്. ഓക്കെ, ഈ ഒരു ഹൈപ്പോതെസിസിൽ മെയിൻ ആയിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറി എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് ഇസ് ദി വൺ ഓഫ് ദി ലാംഗ്വേജസ് ഓഫ് ദി ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവമായിരുന്നു. സാൻസ്ക്രിറ്റ് വാസ് വൺ ഓഫ് ദി ലാംഗ്വേജ് ഓഫ് ദി ഗ്രൂപ്പ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ഫേമസ് പേപ്പർ 1786 എഴുതിയിട്ടുള്ള സർ വില്യം ജോൺസ് എഴുതിയിട്ടുള്ള ഒരു ഫേമസ് പേപ്പറിൽ ആൾ പറയുന്നുണ്ട്, ദ സിമിലാരിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് ടു ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ഇൻ ദ റൂട്ട്സ് ഓഫ് വേർഡ്സ് ആൻഡ് ഫോംസ് ഓഫ് ഗ്രാമർ വിച്ച് ഇസ് നോട്ട് എൻ ആക്സിഡൻറ്റ് ബട്ട് ഹാവിംഗ് ബീൻ സ്പ്രങ് ഫ്രം എ കോമൺ സോഴ്സ് എന്ന്. ഓക്കെ, അപ്പോൾ സർ വില്യം ജോൺസ് ആളുടെ 1786 ഉള്ള ഒരു പേപ്പറിൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സാൻസ്ക്രിറ്റും ലാറ്റിനും ഗ്രീക്കും തമ്മിലുള്ള ഈ സിമിലാരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വേർഡ്സിൻ്റെ റൂട്ട്സിലും ആ ഒരു ഗ്രാമറിൻ്റെ ഫോമിലൊക്കെയാണ് കാണുന്നത്. അതൊരു ആക്സിഡൻ്റ് ആയിട്ട് നടന്ന സംഭവമല്ല. ഇത് രണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ലാംഗ്വേജസ് ഒക്കെ സാൻസ്ക്രിറ്റ്, ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്, ഇതിലൊക്കെ ഒരു കോമൺ സോഴ്സിൽ നിന്ന് പുറത്ത് വന്ന സ്പ്രങ് ചെയ്ത് വന്ന സംഭവങ്ങളാണെന്നാണ് അത് കാണിക്കണതെന്ന് ആൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് we are lead to the hypothesis that languages of a large part of Europe and part of Asia were at one time identical. ഈ യൂറോപ്പിലും ഏഷ്യയിലൊക്കെ ഉള്ള ലാംഗ്വേജസിലൊക്കെ ഉള്ള ഒരു ലാർജ് പാർട്ട് ഓഫ് ദീസ് ലാംഗ്വേജസ് ഇതൊക്കെ ഒരു സമയത്ത് ഐഡന്റിക്കൽ ആയിരുന്നു എന്നൊരു ഹൈപ്പോതെസിസിലാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ഈ ലാംഗ്വേജ് ഒക്കെ
they are found to be kins. അവരുടെ ഒരു കണക്ഷൻ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദ ഫാമിലി ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ദ ലാംഗ്വേജസ് ഓഫ് വിച്ച് ആർ ഫൗണ്ട് ടു ബി കിൻസ് ആർ നോൺ ആസ് ഫാമിലി ഓഫ് ലാംഗ്വേജ്. അങ്ങനെ ഒരു കണക്ഷനുള്ള ലാംഗ്വേജസിനെയാണ് നമ്മൾ ഫാമിലി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാരന്റ് ലാംഗ്വേജിനെ പണ്ട് ദ പാരന്റ് ലാംഗ്വേജ് വാസ് പ്രീവിയസ്ലി നെയിംഡ് ആര്യൻ ആൻഡ് ലേറ്റർ ഇൻഡോ ജർമാനിക്. ആര്യൻ എന്നായിരുന്നു ആദ്യം പറഞ്ഞ ആര്യൻ ലാംഗ്വേജ്, പിന്നെ അത് ഇൻഡോ ജർമാനിക് എന്നായി. ടുഡേ അതിനെ പോപ്പുലർലി കോൾ ചെയ്യുന്നത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, it is generally agreed that it was spoken about 3000 to 3500 BC by nomadic tribes. Nomadic tribes ആണ് അത് സംസാരിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ട്രൈബ്സ് ദേ wandered in the lands. അവർ ബ്ലാക്ക് സീഡ് ആ ഭാഗത്തും ആൻഡ് അങ്ങനെ സ്റ്റെപ്സ് ഓഫ് സൈബേരിയ അത്രയും വരെ ഒക്കെ അവരിങ്ങനെ നടന്ന് പോയിണ്ടായിരുന്ന നൊമാഡ്സ് ആയിരുന്നു. അവരാണ് ഈ ഇൻഡോ യൂറോപ്യൻ അന്നത്തെ ആ ഒരു ആൻസിസ്ട്രി അല്ലെങ്കിൽ പാരന്റ് ലാംഗ്വേജ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ട്രൈബ് സ്പ്ലിറ്റായി പല സെക്ഷൻസ് ആയിട്ട് മാറുമ്പോൾ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലോട്ട് അവർ പോകുമ്പോൾ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് അക്രോസ് യൂറോ ഏഷ്യ എന്ന് പറയുന്ന ഈ കോണ്ടിനെൻറ്റ് പലയിടത്തും അവർ അങ്ങോട്ട് എത്തുമ്പോൾ ഈ ഓരോ സെക്ഷനും അവരുടേതായ ഒരു പാരന്റ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. അവർക്ക് ഉള്ള ലാംഗ്വേജിന് അവർ അവരുടെ ആ സ്ലാങ് മാറും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകുമ്പോൾ ഒരു പാരന്റ് ലാംഗ്വേജ് അവർ ഡെവലപ്പ് ചെയ്യും. സോ ദാറ്റ് ബൈ 2000 BC 2000 BC ആവുമ്പോഴേക്കും ഒരു ഒറിജിനൽ ലാംഗ്വേജ് ഒരു 8 ഡിസ്റ്റൻറ്റ് ലാംഗ്വേജ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ആവുക എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ബ്രാഞ്ചസിനെ എഗെയിൻ നമ്മൾ ഡിവൈഡും സബ് ഡിവൈഡും ചെയ്യും. ആൻഡ് കൾമിനേറ്റഡ് ഇൻ മൾട്ടിസിപ്ലിറ്റി ഓഫ് ലാംഗ്വേജ് വിച്ച് എക്സിസ്റ്റ് ടുഡേ. അതെന്നാണ് ഇപ്പോൾ ഈ മൾട്ടിസിപ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജസ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ലാംഗ്വേജസ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ 8 മെയിൻ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് ലാംഗ്വേജ് ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഈ 8 ഗ്രൂപ്പിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സെൻറ്റം ആൻഡ് സെയ്റ്റം ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട്. ഈ 100 എന്ന് പറയുന്ന വേർഡ് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്, ലാറ്റിൻ ആൻഡ് അവെസ്റ്റേൺ ലാംഗ്വേജിൽ എങ്ങനെയാണ് 100 എന്ന് പറയുന്ന വേർഡ് പ്രൊണൗൺസ് ചെയ്യുന്നത് എന്നുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് സെൻറ്റം ആൻഡ് സെയ്റ്റം ലാംഗ്വേജ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സെൻറ്റം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹെലനിക്, ഇറ്റാലിക്, ജർമാനിക് ആൻഡ് കെൽട്ടിക്. ഹെലനിക്, ഇറ്റാലിക്, ജർമാനിക്, കെൽട്ടിക് എന്ന് പറയുന്ന ഈ 4 ലാംഗ്വേജസ് ആണ് സെൻറ്റം ലാംഗ്വേജ്. അടുത്ത 4 ലാംഗ്വേജസ് ആണ് സെയ്റ്റം ലാംഗ്വേജ്. ഇൻഡോ ആര്യൻ, അമേരിക്കൻ, ആൽബേനിയൻ, ബ്ലാറ്റോസ്ലാവിക്. ഈ 4 എണ്ണമാണ് എന്താ പറയുക സെയ്റ്റം ലാംഗ്വേജ് വരുന്നത്. അപ്പോൾ സെൻറ്റം ഹെലനിക്, ഇറ്റാലിക്, ജർമാനിക്, കെൽട്ടിക്. ആൻഡ് സെയ്റ്റം ഇൻഡോ ആര്യൻ, അമേരിക്കൻ, ആൽബേനിയൻ ആൻഡ് ബ്ലാറ്റോസ്ലാവിക്. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഇൻഡോ യൂറോപ്യൻ ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ നൊമാഡ്സ് ആണെന്ന്. ഈ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻസ് അന്നത്തെ ലാംഗ്വേജിനെ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്നും പറയും. ഈ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് അവർക്കൊരു റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഒരു തെളിവും ഈ ലാംഗ്വേജിന്റെ എക്സിസ്റ്റൻസ് നമുക്ക് എവിഡൻസ് ആയിട്ട് കാണിക്കാൻ അവർക്ക് റൈറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈ സെൻറ്റം ആൻഡ് സെയ്റ്റം ലാംഗ്വേജ് നമ്മൾ പറഞ്ഞല്ലോ. ഈ സെൻറ്റം ലാംഗ്വേജ് ഇസ് ദ വെസ്റ്റേൺ ഗ്രൂപ്പ് ആൻഡ് സെയ്റ്റം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ജർമാനിക് ബ്രാഞ്ചിൽ വരുന്നതാണ്. ഏർലിയസ്റ്റ് ആൻഡ് കോമൺ ഫോമിനെ നമ്മൾ പ്രിമിറ്റീവ് അല്ലെങ്കിൽ പ്രോട്ടോ ജർമാനിക് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഏതിലായിരുന്നു? ജർമാനിക് ബ്രാഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഈ ജർമാനിക് Proto-Germanic is divided into 3 language groups: East Germanic, North Germanic and West Germanic. ഇംഗ്ലീഷ് വരുന്നത് വെസ്റ്റ് ജർമാനിക് ഗ്രൂപ്പ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഈ 8 ഡിസ്റ്റിങ് ഗ്രൂപ്പ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെന്ന്. ഈ 8 ഡിസ്റ്റിങ് ഗ്രൂപ്പ്സിൽ സെൻറ്റം ആൻഡ് സെയ്റ്റം വെച്ചിട്ട് നമ്മൾ ഡിഫറൻസ് ആയിട്ട് കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇൻഡോ ഇറാനിയൻ, അമേരിക്കൻ, ഗ്രീക്ക്, ആൽബേനിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബ്ലാറ്റോസ്ലാവിക്, കെൽറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പ്രിമിറ്റീവ് ജർമാനിക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് 8 ലാംഗ്വേജസ് അങ്ങനെ കൊണ്ടുവന്നില്ലേ. അതിൽ ഈ പ്രിമിറ്റീവ് ജർമാനിക്കിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് ജർമാനിക്, നോർത്ത് ജർമാനിക്, വെസ്റ്റ് ജർമാനിക്. അതിൽ ഇംഗ്ലീഷ് വരുന്നത് വെസ്റ്റ് ജർമാനിക്കിൽ നിന്നാണ്. ഓക്കെ, the languages belonging to the Germanic branch are distinguished from other Indo-European tongues by 3 important characteristics. ഈ ജർമാനിക് ബ്രാഞ്ചിൽ നിന്ന് വരുന്ന ലാംഗ്വേജസും പിന്നെ ബാക്കിയുള്ള ഇൻഡോ യൂറോപ്യൻ ടങ്സും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്ന 3 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഒന്ന് ഫസ്റ്റ് കോൺസണന്റ് ഷിഫ്റ്റ്, രണ്ടാമത്തത് the verbal system, and മൂന്നാമത്തത് the first syllable accent അല്ലെങ്കിൽ the first consonant shift. It is also called as Grimm's law. 1822 ജേക്കബ് ഗ്രിം എന്ന് പറഞ്ഞൊരു ജർമ്മൻ ഫിലോളജിസ്റ്റ് ആള്
ഒരു ഡാനിഷ് സ്കോളർ ഉണ്ടായിരുന്നു, ആളുടെ പേര് എറാസ്മസ് റസ്ക് എന്നായിരുന്നു. ആള് ആദ്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത കാര്യത്തിനെ ജേക്കബ് ഗ്രിം ഒന്നും കൂടി എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് ദ റെഗുലർ സൗണ്ട് ഷിഫ്റ്റ്, ആൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെഗുലർ സൗണ്ട് ഷിഫ്റ്റ് ബിറ്റ്വീൻ സർട്ടൻ കോൺസണൻസ് ഇൻ ജർമാനിക് ലാംഗ്വേജ് ആൻഡ് ദോസ് ഇൻ അതർ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ലൈക്ക് സാൻസ്ക്രിറ്റ്, ഗ്രീക്ക് ഓർ ലാറ്റിൻ. ഒരു എന്താ പറയുക, ചില കോൺസണൻസ് ഈ ജർമാനിക് ലാംഗ്വേജസിൽ, പിന്നെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ലൈക്ക് സാൻസ്ക്രിറ്റ്, ഗ്രീക്ക്, ലാറ്റിൻ, ഇതിലൊക്കെ ഒരു റെഗുലർ സൗണ്ട് ഷിഫ്റ്റ് കാണാൻ പറ്റും സെർട്ടൈൻ കോൺസണൻസിൽ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആള് പറഞ്ഞത്. സോ അവിടെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന, ഈ ഒരു റെഗുലർ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു റെഗുലർ സൗണ്ട് ഷിഫ്റ്റ് നമുക്ക് ചില കോൺസണൻസിൽ കാണാൻ പറ്റും ജർമാനിക് ലാംഗ്വേജസിലും ആൻഡ് അതർ ചില ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ലൈക്ക് സാൻസ്ക്രിറ്റ്, ഗ്രീക്ക്, ലാറ്റിൻ എന്നൊക്കെ ആ ഒരു ഐഡിയ ആണ് ഈ ഗ്രിംസ് ലോയിലൂടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ സൗണ്ട് ഷിഫ്റ്റ് ജേക്കബ് ഗ്രിം ആണ് എക്സ്പ്ലെയിൻ ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഗ്രിംസ് ലോ എന്ന് വിളിക്കുന്നത്. അക്കോർഡിംഗ് ടു ഗ്രിം, certain consonants in Germanic language underwent change while they were kept intact with other Indo-European branches. Other Indo-European branchesന്റെ കൂടെ ചില ജർമാനിക് ലാംഗ്വേജിനെ വെച്ചപ്പോൾ അതിൻ്റെ കോൺസണൻസിന് ഒരു ചേഞ്ച് വന്നു എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഗ്രിം, ചില certain consonants in Germanic language they underwent a change while they were kept intact with the other Indo-European languages. ഓക്കെ, ഏതായിരുന്നു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്? സാൻസ്ക്രിറ്റ്, ലാറ്റിൻ പോലത്തെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിന്റെ കൂടെ ഈ ജർമാനിക് ലാംഗ്വേജിനെ കൊണ്ടുവന്നപ്പോൾ അവരുടെ ചില കോൺസണൻസിന്, സർട്ടീൻ കോൺസണൻസിന് ഒരു സൗണ്ട് ഷിഫ്റ്റ് വന്നു. ഓക്കെ, ഈ ഇൻഡോ യൂറോപ്യൻ ആസ്പിറൻസ് ആയിട്ടുള്ള ബ, ദ, ഗ, ബി എച്ച്, ഡി എച്ച്, ജി എച്ച് ഇതെല്ലാം പ്ലോസീവ്സ് ആയി മാറി. ഒരു ചേഞ്ച് വന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇൻഡോ യൂറോപ്യൻ ആസ്പിറൻസ് ആയിട്ടുള്ള ബ, ധ, ഗ എന്ന് പറയുന്നത് ദേ ബിക്കം പ്ലോസീവ്സ്. ബി, ഡി, ജി എന്നുള്ള പോലെ ബ, ഡ, ഗ, ബ, ധ, ഗ എന്നുള്ളതിൻ്റെ ആ ഒരു സ്ട്രെസ് പോയിട്ട് പ്ലോസീവ്സ് ആയി. ബ, ഡ, ഗ ജർമാനിക്കില്. സിമിലർലി ഇൻഡോ യൂറോപ്യനിൽ ഉണ്ടായിരുന്ന വോയിസ്ഡ് പ്ലോസീവ്സ് ആയിട്ടുള്ള ബ, ഡ, ഗ വോയിസ്ലെസ് പ്ലോസീവായി മാറുകയാണ്. പ, ട, ക എന്നായി മാറുകയാണ്. ആൻഡ് ദ വോയിസ്ലെസ് പ്ലോസീവ്സ് ദേ ബിക്കം വോയിസ്ലെസ് ഫ്രിക്കറ്റീവ്സ്. ഈ ഇൻഡോ യൂറോപ്യനിൽ ഉണ്ടായിരുന്ന എന്താ പറയുക, വോയിസ്ലെസ് ആയിട്ടുള്ള പ്ലോസീവ്സ് ജർമാനിക്കിൽ പോകുമ്പോൾ വോയിസ്ലെസ് ഫ്രിക്കറ്റീവായി മാറുകയാണ്. പ, ട, ക എന്ന് പറയുന്ന വോയിസ്ലെസ് പ്ലോസീവ്സ് ഓഫ് ഇൻഡോ യൂറോപ്യൻ became ഫ, ട, ഹ ആസ് a voiceless fricatives in Germanic. ഓക്കെ, ഇതാണ് ആ ഒരു ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ്. നമുക്കതിന് എക്സാമ്പിൾ ഉണ്ട്. ബ, ധ, ഗ എന്നുള്ളതിൽ ബ്രാത എന്നുള്ള വേർഡ് ജർമാനിക്കിൽ ബ്രദർ എന്നായി. ഇംഗ്ലീഷ് വേർഡിൽ ബ്രദർ എന്നായി. ബ്രാത, ബ, ബ്ര എന്ന് പറയുന്ന ബ എന്നുള്ള സ്ട്രെസ് ബ്രദർ ആ ഒരു എന്താ പറയുക വോയിസ്ഡ് പ്ലോസീവ്സ് ആയി മാറി. ഓക്കെ, പിന്നെ രുതിര എന്നുള്ള ദി, ദ് എന്ന് പറയുന്ന സൗണ്ട് ബ്ലഡ് എന്നായി. ദ് എന്ന സൗണ്ടായി. ഘൃതം എന്ന് പറയുന്ന വേർഡ് ഗീ എന്നായി. പിന്നെ നമ്മൾ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വോയിസ്ഡ് പ്ലോസീവ്സ് ആയിട്ടുള്ള ബ, ഡ, ഗ, ഡബ്, ഡെന്റ്, ഗലു എന്നുള്ള വേർഡൊക്കെ പോയിട്ട് ഡീപ്, ടൂത്ത്, കോൾഡ് എന്നായി. പിന്നെ പ്, ട, ക, ലപ്പിത ഫാദർ എന്നായി മാറി. പ, ഫ ആയി. പിന്നെ പിസ്കസ് എന്ന് പറയുന്ന വേർഡ് ഫിഷസ് എന്നായി. ട്രസ് എന്നുള്ളത് 3 എന്നായി. സെൻഡ് എന്നുള്ളത് 100 ആയി. ഓക്കെ, അപ്പൊ ഫ, ട, ഹ എന്ന് പറയുന്ന ചേഞ്ച് ആണ് അവിടെ വന്നത് പ, ട, ക ന്. ഇനി നെക്സ്റ്റ് ആണ് ദ വെർബൽ സിസ്റ്റം. ഈ ജർമാനിക് ലാംഗ്വേജിലുള്ള വെർബൽ സിസ്റ്റം ഇസ് ഡിഫറെന്റ് ഫ്രം അതർ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ഇൻ മെനി വേസ്. ഈ ജർമാനിക് വേർബ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, സ്ട്രോങ് ആൻഡ് വീക്ക് ഫോംസ് ആയിട്ട്. ഓക്കെ, ഈ സ്ട്രോങ് വേർബ്സ് ദേ ഇൻഡിക്കേറ്റ് ദെയർ ടെൻസ് ബൈ ചേഞ്ച് ഓഫ് വവൽ. സ്ട്രോങ് വേർബ്സ് അവരുടെ ടെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വവൽ ചേഞ്ചിലൂടെ ആയിരിക്കും. ആസ് ഇൻ റൈറ്റ്, റോട്ട്, റിട്ടൺ, റൈസ്, റോസ്, റൈസൺ എന്നൊക്കെ ഉള്ളതിൽ ആ ഒരു വവൽ ചേഞ്ചിലൂടെയാണ് അവർ ആ ടെൻസ് കാണിക്കുക സ്ട്രോങ് വേർബ്സ്. ദിസ് സീരീസ് ഓഫ് വവൽ വേരിയേഷനെയാണ് നമ്മൾ അബ്ലൗട്ട് എന്ന് വിളിക്കുന്നത് ബൈ ഗ്രിം. ദിസ് സീരീസ് ഓഫ് വവൽ വേരിയേഷൻ വാസ് കോൾഡ് അബ്ലൗട്ട് ബൈ ഗ്രിം. അപ്പോൾ ഒരു സ്ട്രോങ് വേർബിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ പറയുക, അവരുടെ ടെൻസിനെ, ഒരു സ്ട്രോങ് വേർബ് അവരുടെ ടെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു വവലിന്റെ ചേഞ്ചിലൂടെയാണ്. റൈറ്റ്, റോട്ട്, റിട്ടൺ അല്ലെങ്കിൽ റൈസ്, റോസ്, റൈസ് എന്ന് പറയുന്ന ഒരു വവലിൽ വന്ന ചേഞ്ച് കാരണമാണ് ആ ഒരു സ്ട്രോങ് വേർബ്സത്തെ എന്ത് കാണുന്നത്, ഈ ടെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വീക്ക് വേർബ്സ് അവരുടെ ടെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡി, അതായത് ഇഡ്, ട്, ഡി, ഇ, ഡി, ടി ഈ പറയുന്ന ലെറ്റേഴ്സ് ആഡ് ചെയ്തിട്ട് ഡ, ഇഡ്, ട് എന്ന് പറയുന്ന സംഭവങ്ങൾ ആഡ് ചെയ്തിട്ട് വേർബ്സിൽ ആഡ് ചെയ്തിട്ടാണ് വീക്ക് വേർബ്സ് അവരുടെ ടെൻസ് ചേഞ്ച് കാണിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വാക്ക്,
വാക്ഡ്. ആ ടെൻസ് ചേഞ്ച് കാണിക്കുന്നത് അങ്ങനെയാണ്. ജർമാനിക് ലാംഗ്വേജിന് 2 ടെൻസ് സിസ്റ്റമാണ് ഉള്ളത്. അതിൽ 2 ടെൻസേ ഉള്ളൂ, പാസ്റ്റ് ആൻഡ് പ്രസന്റ്. അതർ ടെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്സിലറി വേർബ്സും കോമ്പൗണ്ട് ടെൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ ഇൻഡോ യൂറോപ്യനിൽ ഇറ്റ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ എൻ എലോബറേറ്റ് സിസ്റ്റം ഓഫ് വേർബ്സ് കൺജുഗേഷൻസ്. അതായത് ഇൻഡോ യൂറോപ്യനിൽ ഒരുപാട് എലോബറേറ്റ് സിസ്റ്റം ഓഫ് വേർബ്സ് ഉള്ള ഒരു സിസ്റ്റമാണ് ഉള്ളത്. ജർമാനിക് ലാംഗ്വേജിന് അത് വെച്ച് നോക്കുമ്പോൾ ഒരു സിംപ്ലിഫൈഡ് വെർബൽ സിസ്റ്റമാണ് ഉള്ളത്. ആൻഡ് അവർക്ക് ആകെ 2 ടെൻസ് സിസ്റ്റമേ ഉള്ളൂ. ആ 2 ടെൻസ് സിസ്റ്റത്തിൽ എന്താ പറയുക, ഒന്ന് പാസ്റ്റും ഒന്ന് പ്രസന്റും. അതർ ടെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്സിലറി വേർബ്സും കോമ്പൗണ്ട് ടെൻസസും യൂസ് ചെയ്തിട്ടാണ്. ഇനി അടുത്ത തേർഡ് എലമെന്റ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് സിലബിൾ ആക്സെന്റ് ആണ്. ഫസ്റ്റ് സിലബിൾ ആക്സെന്റ് എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യനിൽ ആക്സെന്റ് പറയുന്നത് ഫ്രീ ആൻഡ് വേരിയബിൾ ആണ്. ആ ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിന്റെ മീനിങ് അനുസരിച്ച് ഇൻഡോ യൂറോപ്യനിൽ ആക്സെന്റ് ഫ്രീ ആൻഡ് വേരിയബിൾ ആണ്. പക്ഷെ ജർമാനിക് ലാംഗ്വേജിൽ അങ്ങനെയല്ല. ആക്സെന്റ് ഓൾമോസ്റ്റ് ഓൾവേസ് fall on the first syllable. Accent എപ്പോഴും fall ചെയ്യുന്നത് almost always fall ചെയ്യുന്നത് first syllable ആയിരിക്കും. With accent on the first syllable, the following gradually become weakened and eventually result in elision or shortening of words in Germanic language. അങ്ങനെ ആ ഒരു ഫസ്റ്റ് വേർഡിൽ ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രെസ് വരുമ്പോൾ, ഒരു ആക്സെന്റ് വരുമ്പോൾ, ഈ ഫസ്റ്റ് സിലബിളിൽ മാത്രം വരുമ്പോൾ ബാക്കി ആ റെസ്റ്റ് വേർഡിനെ ബാക്കി ഭാഗം വീക്കൻഡ് ആവും. ഇവൻച്വലി അത് എലിഷൻ, അത് ആ വേർഡ് ഉപയോഗത്തിൽ നിന്ന് വരാതെ, അത് കാണാതെ, ലൈക്ക് അത് ഒമിറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ആ വേർഡിനെ ഷോർട്ടൻ ചെയ്യുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനിലോട്ട് വരും. ഇതെല്ലാം ആൻസർ ചെയ്യേണ്ടത് ഈ ജർമാനിക് ഫാമിലി ഓഫ് ലാംഗ്വേജിനെ കുറിച്ചും എങ്ങനെയാണ് ഇംഗ്ലീഷ് അതർ ജർമാനിക് ലാംഗ്വേജ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ്. ഇനി ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടാണല്ലോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വെസ്റ്റേൺ ആയിട്ടുള്ള ഈ വെസ്റ്റേൺ ജർമാനിക് ലാംഗ്വേജ്. ഇനി നമ്മൾ ബാക്കി ഡിഫറെൻറ്റ് എലമെന്റ്സ് ഓർ ബ്രാഞ്ചസ് ഇൻ ഇൻഡോ യൂറോപ്യൻ ഫാമിലി നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഈസ്റ്റേൺ ഓർ ഇൻഡോ ഇറാനിയൻ. ഇതിന് 2 സബ് ബ്രാഞ്ചസ് ആണ് ഉള്ളത്, ഇൻഡിക് ആൻഡ് ഇറാനിയൻ. ഇന്ന് ഈ ലാംഗ്വേജസ് ഒക്കെ പ്രിഡോമിനന്റ് ആയിട്ടുള്ളത് ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ എന്നൊക്കെ പറയുന്ന പ്ലേസിലാണ്. ആൻഡ് ഓൾസോ ഇൻ ഏരിയാസ് ഫ്രം ദ ബ്ലാക്ക് സീ ടു വെസ്റ്റേൺ ചൈനയൊക്കെ നമുക്ക് ഇൻഡോ ഇറാനിയൻ ലാംഗ്വേജസ് കാണാൻ പറ്റും. Sanskrit, it belongs to the Indic sub-branch, is the best known among the early languages of this branch. അതിനൊരു ഓൾഡസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള വേദിക് സാൻസ്ക്രിറ്റ്, അത് വേദാസിലൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഒരു അതിൻ്റെ ഹിംസ് ഒക്കെ ഉള്ള ഒരു കളക്ഷൻസും അത് റിലീജിയസ് ടെക്സ്റ്റ് ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വേദാസിൽ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വേദിക് സാൻസ്ക്രിറ്റ്. ആൻഡ് അത് ഇൻഡിക് സബ് ബ്രാഞ്ചിൽ വരുന്ന സാൻസ്ക്രിറ്റിൽ ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് അവെസ്റ്റൻ ഇസ് എ ലാംഗ്വേജ് ദാറ്റ് ഫോംസ് പാർട്ട് ഓഫ് ദി ഇറാനിയൻ ഗ്രൂപ്പ്. ഇറാനിയൻ ഗ്രൂപ്പിൻ്റെ ഒരു പാർട്ടായിട്ടുള്ളതാണ് അവെസ്റ്റൻ. അതിൽ ഓൾഡ് അവെസ്റ്റൻ, സംടൈംസ് കോൾഡ് ഗേത്തിക് അവെസ്റ്റൻ, ഗേത്തിക് is the oldest preserved language of the Iranian sub-branch. And Sanskrit in the sister ആയിട്ടാണ് നമ്മൾ വെസ്റ്റേൺ ലാംഗ്വേജിനെ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. വിച്ച് ഇസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ early Zoroastrian religious text. Zoroastrian religious textiലൊക്കെ ഈ വെസ്റ്റേൺ ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇറാനിയൻ സബ് ബ്രാഞ്ചിൽ വരുന്ന ഒരു അനദർ ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓൾഡ് പേർഷ്യൻ ലാംഗ്വേജ് ആണ്. പിന്നെ നമ്മൾ ഈ സാൻസ്ക്രിറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ there are certain number of local dialects of Sanskrit which is known as Prakrits, and from whom have descended the present languages of India. Okay, India, Pakistan, Bangladesh ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഈ സാൻസ്ക്രിറ്റിൽ നിന്നുള്ള ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ലോക്കൽ ഡയലക്റ്റ് ആയിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് വന്ന ഡെസെൻറ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് ഇവർക്കൊക്കെ ഒരു ലൈക്ക് ഒരു കോമൺ ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ലാംഗ്വേജ് അർമേനിയൻ ലാംഗ്വേജ്. അത് ഈ സൗത്ത് ഓഫ് കാസ്കസ് മൗണ്ടൻസ് ഓഫ് ദി ഈസ്റ്റേൺ എൻഡ് ഓഫ് ദി ബ്ലാക്ക് സീ, ബ്ലാക്ക് സീയുടെ ഈസ്റ്റേൺ എൻഡിലുള്ള കാസ്കസ് മൗണ്ടൻ്റെ സൗത്ത് ആയിട്ടുള്ള ഭാഗത്തുള്ള ഒരു സ്മോൾ ഏരിയയിലൊക്കെ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അർമേനിയൻ എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഷോസ് ഷിഫ്റ്റിംഗ് ഓഫ് സെർട്ടീൻ കോൺസണൻസ് ലൈക്ക് ജർമാനിക് ലാംഗ്വേജ്. ജർമാനിക് ലാംഗ്വേജ് പോലെ കോൺസണൻസിൽ ഒരു ചെറിയ ഷിഫ്റ്റൊക്കെ ഇതിനകത്തും കാണാൻ പറ്റും. പക്ഷെ ഒരു ഗ്രാമാറ്റിക്കൽ ജെൻഡർ ഈ ലാംഗ്വേജിനില്ല. നെക്സ്റ്റ് ഹെലനിക് ലാംഗ്വേജ്. ഹെലനിക്കിൽ വരുന്നത് ദ ഗ്രീക്സ്. ദേ വർ എ ഗ്രൂപ്പ് ഓഫ് ട്രൈബ്സ് സ്പീക്കിംഗ് ഡിഫറെൻറ്റ് ഡയലക്ട്സ് വെൻ ദേ സെറ്റിൽ ഡൗൺ അറ്റ് ദി ഏഗൻ ഭാഗത്ത് അവർ സെറ്റിൽ ഡൗൺ ചെയ്തപ്പോൾ അവർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ട്രൈബ്സ് ആയിരുന്നു, ഡിഫറെൻറ്റ് ഡയലക്ട്സ് സംസാരിക്കുന്നവരായിരുന്നു.
ഈ ഗ്രീക്ക് ലാംഗ്വേജിൻ്റെ ഏർലിയസ്റ്റ് സർവൈവിങ് റിട്ടൺ എവിഡൻസ് നമുക്ക് മൈസീനെൻ, MYCENAEAN, മൈസീനേയൻ എന്ന് പറയുന്ന ആ ഒരു ഇതിലാണ് കാണാൻ പറ്റുന്നത്. ഡയലക്ട് ഓഫ് മൈസിനേയൻ സിവിലൈസേഷൻ. ഇറ്റ് മെയിൻലി ഫൗണ്ട് ഓൺ ക്ലേ ടബ്സ് ആൻഡ് സെറാമിക് വെസൽസ് ഓൺ ദ ഐൽസ് ഓഫ് ക്രെറ്റെ. ക്രെറ്റയുടെ ഐലിലൊക്കെയാണ് നമുക്ക് ഈ മൈസിനേയൻ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ഡയലക്റ്റിൻ്റെ എന്താ പറയുക ലൈക്ക് എവിഡൻസ് ഒക്കെ കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നുണ്ട്. അവർക്കൊരു ആൽഫബറ്റിക്കൽ ആയിട്ടുള്ള റിട്ടൺ സിസ്റ്റം ഒന്നുമില്ല. ഒരു സിലബിക് സ്ക്രിപ്റ്റാണ് അവർക്കുള്ളത്. ലീനിയർ ബി സ്ക്രിപ്റ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ ഗ്രീക്കിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റിക് ഇൻസ്ക്രിപ്ഷനൊക്കെ നമുക്ക് വേണം ഒരു 8th century BC ആ ടൈമിലോട്ട് ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ആൻഡ് ആ ഒരു സമയമായിരിക്കും പ്രോബബ്ലി ഹോമറിൻ്റെ എപ്പിക്സും ലൈക്ക് ഇലിയാഡ്, ഒഡിസി അതൊക്കെ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, ദി ഏർലിയസ്റ്റ് ലിറ്റററി മോണ്യുമെൻറ്റ്സ് ആർ ഹോമേഴ്സ്, ഇലിയാഡ് ആൻഡ് ഒഡിസി. ഓക്കെ, 5th century BCയിൽ ഒരു ഏത്തൻസ് ആ ആൾക്കാരുടെ കൾച്ചറൽ സുപ്രീമസി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഏത്തൻസിൻ്റെ ഡയലക്റ്റ് ആയിട്ടുള്ള ആറ്റിക് എന്ന് പറയുന്ന ലാംഗ്വേജ് ആയിരുന്നു അന്നത്തെ സ്റ്റാൻഡേർഡ് ലിറ്റററി ലാംഗ്വേജ് ഡ്യൂറിങ് ദ ക്ലാസിക്കൽ പീരിയഡ്. അപ്പോൾ ഫേമസ് പോയിട്രിയും പ്രോസൊക്കെ എഴുതിയിട്ടുള്ള ക്ലാസിക്കൽ ടൈംസിൽ എഴുതിയിട്ടുള്ളൊക്കെ ആറ്റിക് ലാംഗ്വേജിലാണ്. അരിസ്റ്റോഫാൻസ്, അരിസ്റ്റോട്ടിൽ, യൂറിപ്പിഡിസ്, പ്ലാറ്റോ ഇവരൊക്കെ നേരത്തെ എഴുതിയ ആറ്റിക് ലാംഗ്വേജിൽ എഴുതിയ ഓതേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് കം ആൽബേനിയൻ. ആൽബേനിയൻ ലാംഗ്വേജ് ആണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസിൽ റിട്ടൺ ഫോമിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ബ്രാഞ്ച്. ഇസ് ദ ലാസ്റ്റ് ബ്രാഞ്ച് ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ടു അപ്പിയർ ഇൻ റിട്ടൺ ഫോം. ഓക്കെ, ഈ ആൽബേനിയൻ്റെ ഒറിജിനെ കുറിച്ച് ഒരു 2 ഹൈപ്പോത്തസിസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഇല്ലീറിയൻ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ മോഡേൺ ഡിസെൻ്റ് ആണ് ആൽബേനിയൻ എന്നാണ്. ആ എന്താ പറയുക ക്ലാസിക്കൽ ടൈംസിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണ് ഇല്ലീറിയൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഈ ഒരു സംഭവത്തിന് ഈ ഒരു അസേർഷനെ ഡിനൈ ചെയ്യുക അല്ലെങ്കിൽ കൺഫേംഡ് അല്ലാതെ ഇരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് കൺസിഡർ ചെയ്യണത്. ഓക്കെ, പിന്നെ അടുത്ത ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ആൽബേനിയൻ എന്ന് പറയുന്നത് ത്രാഷ്യൻ എന്ന് പറയുന്ന ഒരു അനദർ ലോസ്റ്റ് ലാംഗ്വേജിൽ നിന്ന് വന്ന ഡെസെൻ്റ് ആണ് എന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് ഉള്ളത്. ഇന്ന് ആൽബേനിയൻ സംസാരിക്കുന്നത് ആൽബേനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടാണ്. ആൻഡ് ഇറ്റ് ഇസ് ആൽബേനിയൻ. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് നോർത്ത് വെസ്റ്റ് ഓഫ് ദിസ് ഗ്രീസിൻ്റെ നോർത്ത് വെസ്റ്റിലാണ് ഈ ആൽബേനിയൻ ഉള്ളത്. 15 AD ഒരു ആൽബേനിയൻ വൊക്കാബുലറിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് സോ മിക്സ്ഡ് വിത്ത് ലാറ്റിൻ, ടർക്കിഷ്, ഗ്രീക്ക് എലമെൻറ്റ്സ്. അത് ഒറിജിനൽ ആൽബേനിയൻ ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ ഡിഫിക്കൾട്ട് ആയിരുന്ന ഒരു സിറ്റുവേഷനിലാണ് അതിനെ കണ്ടുപിടിച്ചതെന്നും പറയുന്നുണ്ട്. ദെൻ കംസ് ഇറ്റാലിക് ബ്രാഞ്ചിൻ്റെ ചീഫ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ലാറ്റിൻ അല്ലെങ്കിൽ ദ ലാംഗ്വേജ് ഓഫ് ലാറ്റിയം ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പൽ സിറ്റി റോം. ഈ ക്ലാസിക്കൽ ലാറ്റിൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഓവിഡ്, സെനേക്ക അങ്ങനത്തെ റൈറ്റേഴ്സൊക്കെ എഴുതിയിട്ടുള്ളത്. ഇന്ന് ഇറ്റാലിക് ലാംഗ്വേജിൽ വരുന്ന ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ റൊമാൻസ് ലാംഗ്വേജ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. പിന്നെ ഈ റോം എന്ന് പറയുന്ന ഒരു സിറ്റി ഇറ്റ് കോളനൈസ്ഡ് അതർ പ്രൊവിൻസ് ലൈക്ക് സ്പെയിൻ, ഗൗൾ, നോർത്തേൺ ആഫ്രിക്ക, ബ്രിട്ടൻ അങ്ങനെ അവരൊക്കെ കോളനൈസ് ചെയ്തുകൊണ്ട് ലാറ്റിൻ ആ സ്ഥലങ്ങളിലോട്ടൊക്കെ സ്പ്രെഡ് ആയി എന്നും പറയുന്നുണ്ട്. ആൻഡ് ഈ റോമൻ എംപയറിൽ സർവൈവ് ചെയ്യുന്ന ഈ ലാംഗ്വേജസ് ദാറ്റ് പോയിന്റ് ടു ദ സർവൈവൽ ഓഫ് ലാറ്റിൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ റോമൻ എംപയർ ദാറ്റ് ഇസ് നോൺ ആസ് റൊമാൻസ് ഓർ റൊമാൻറ്റിക് ലാംഗ്വേജ്. റൊമാൻസ് അല്ലെങ്കിൽ റൊമാനിക് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ സർവൈവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പാർട്സിലൊക്കെ സർവൈവ് ചെയ്യുന്ന ലാറ്റിൻ ലാംഗ്വേജിനെയാണ്. അത് ഫ്രഞ്ച്, സ്പാനിഷ്, പോർച്ചുഗീസ്, ഇറ്റാലിയൻ. ഈ റൊമാനിക് ലാംഗ്വേജ് അല്ലെങ്കിൽ റൊമാൻസ് ലാംഗ്വേജിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഫ്രഞ്ച്, സ്പാനിഷ്, പോർച്ചുഗീസ് ആൻഡ് ഇറ്റാലിയൻ ആണ്. ഓക്കെ, ദെൻ കംസ് ബ്ലാറ്റോസ്ലാവിക്. ബ്ലാറ്റോസ്ലാവിക് എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഫ്രം ഈ ഒരു ബ്രാഞ്ച് ഒരുപാട് ഈസ്റ്റേൺ പാർട്ട് ഓഫ് യൂറോപ്പിനെ കവർ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്. ആൻഡ് ബ്ലാറ്റോ ആൻഡ് സ്ലാവിക് എന്ന് പറയുന്ന 2 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് 2 ബ്ലാറ്റിക് ലാംഗ്വേജസ് സർവൈവ് ചെയ്യുന്നത് ലാറ്റ്വിയൻ ആൻഡ് ലിത്തൂനിയൻ. സ്ലാവിക് ലാംഗ്വേജ് കുറച്ച് അത്യാവശ്യം സർവൈവ് ചെയ്യുന്നുണ്ട്. ബൾഗേറിയൻ, സെച്ച്, ക്രൊവാറ്റിയൻ, പോളിഷ്, സെർബിയൻ, സ്ലോവാക്ക്, റഷ്യൻ ആൻഡ് മെനി അതേഴ്സ്. പിന്നെ ജർമാനിക്, പ്രോട്ടോ ജർമാനിക് നമ്മൾ പറഞ്ഞു. ഈസ്റ്റ്, നോർത്ത് ആൻഡ് വെസ്റ്റ് ജർമാനിക് ബ്രാഞ്ചസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ലാംഗ്വേജ് ഓഫ് ഈസ്റ്റ് ജർമാനിക് എന്ന് പറയുന്നത് ഗോത്തിക് ആണ്. നോർത്ത് ജർമാനിക് അത് സ്കാൻഡിനേവിയൻ ഐലൻഡ്, ഡെൻമാർക്ക് അല്ലെങ്കിൽ ഫാറോ ഐലൻഡിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക.
വെസ്റ്റ് ജർമാനിക്കിൽ നിന്നാണ് ഡച്ച്, ജർമ്മൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ വരുന്നത്. ഇനി കെൽറ്റിക് ലാംഗ്വേജ്. കെൽറ്റിക് എന്ന് പറയുന്നത് വൺ ടൈം ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് ഗ്രൂപ്പ് ആയിട്ടുള്ള കെൽറ്റ്, അവർ ഗോൾ, സ്പെയിൻ, ഗ്രേറ്റ് ബ്രിട്ടൻ, വെസ്റ്റ് ജർമ്മനി, നോർത്തേൺ ഇറ്റലി ആൻഡ് ഈവൻ ഗ്രീസ്, അങ്ങനെ അവർ സ്പ്രെഡ് ആവുമായിരുന്നു. ടുഡേ ഈ ലാംഗ്വേജ് ഇസ് ഓൺലി ഫൗണ്ട് ഇൻ ദ ഫാർ കോർണേഴ്സ് ഓഫ് ഫ്രാൻസ് ആൻഡ് ബ്രിട്ടീഷ് ഐൽസ്. ബ്രിട്ടീഷ് ഐൽസിനെയും ഫ്രാൻസിനെയും ഫാർ കോർണേഴ്സിൽ മാത്രമേ ഈ കെൽറ്റിക് ലാംഗ്വേജ് കിട്ടുള്ളൂ. മോഡേൺ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് ലാംഗ്വേജ് ഇൻ ദ ബ്രിട്ടീഷ് ഐൽസ് ഇൻക്ലൂഡ് ഐറിഷ്, വെൽഷ്, സ്കോട്ടിഷ് ലാംഗ്വേജ് ഒക്കെ ഇതിൻ്റെ ഒരു മോഡേൺ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് സെഞ്ച്വറി BC കെൽറ്റിക് സ്പീക്കിംഗ് ട്രൈബ് ആയിരുന്നു. ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു യൂറോപ്പിൻ്റെ പകുതി ഭാഗം, സിഗ്നിഫിക്കൻറ്റ് പോർഷൻ മുഴുവൻ ഡോമിനേറ്റ് ചെയ്തത് ഈ ട്രൈബ്സ് ആയിരുന്നു. പിന്നെ സീസർ വന്നിട്ട് ആൻഷ്യൻ ഫ്രാൻസിനെ കോൺകർ ചെയ്തു. പിന്നെ ക്ലൗഡിയസ് എന്ന് പറഞ്ഞ എംപറർ വന്നിട്ട് ബ്രിട്ടനെ കോൺകർ ചെയ്തും. അങ്ങനെയൊക്കെയാണ് ഈ കെൽറ്റിക് പീപ്പിൾ അവർക്ക് ഒരു റോമൻ ആയിട്ടുള്ള അബ്സോർബ് അല്ലെങ്കിൽ ലാറ്റിൻ അബ്സോർബ് അവർക്ക് വന്നത്. അങ്ങനെ അവരുടെ ആ ഒരു ഡോമിനന്റ് ലാംഗ്വേജ് ആയിരുന്ന കെൽറ്റിക് അങ്ങനെ ഇല്ലാതെ ആവുന്നതും ലാറ്റിൻ അവരുടെ ഡോമിനന്റ് ലാംഗ്വേജായി മാറുന്നതും കാണാം. ആൻഡ് ഈ ലാംഗ്വേജിന് 2 സബ് ബ്രാഞ്ചസ് ഉണ്ട്, കോണ്ടിനെന്റൽ കെൽറ്റിക്കും ഇൻസുലാർ കെൽറ്റിക്കും. So that's all about the topic Indo European. ഇത് എന്തായാലും ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആണ്, ഒരു എസ്സേ എങ്ങനെ പോയാലും പ്രതീക്ഷിക്കാം. ഇത് നമ്മൾ SDO അല്ലെങ്കിൽ വേറെ ബുക്സൊന്നും എടുത്തിട്ടില്ലല്ല. ഞങ്ങളുടെ ടീച്ചേഴ്സ് റെഫർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നൊരു നോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയണത്. ഐ വിൽ അറ്റാച്ച് ദ നോട്ട്സ് ഇൻ ടു ദിസ്. മൈറ്റ് നോട്ട് ബി ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ, കാരണം അത് ലെക്ചറായിട്ട് എഴുതുന്നതായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഏതോ അന്യഭാഷയിൽ എഴുതിയതാണ്. ബട്ട് ഇറ്റ് ഇസ് ദ സെയിം തിങ് ദാറ്റ് ഐ ആം കൈൻഡ് ഓഫ് ടേക്കിംഗ് ദ ക്ലാസ് ഫോർ യു പീപ്പിൾ. അപ്പം കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ മതി, വല്ലത് മനസ്സിലാവുമായിരിക്കും. അപ്പാർട്ട് ഫ്രം ദിസ് ഞാൻ ആ SDയിലുള്ള ഓരോ ബ്രാഞ്ചസിലും കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. വേറെ പുറത്തുനിന്നൊന്നും ഞാൻ റെഫർ ചെയ്ത് എഴുതിയിട്ടില്ല. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. Till then, bye from Lost in Literature. Stay safe everyone.